ഹലോ ഗായ്സ്, ഹൗ ആർ യു? റൈന വ്ളോഗ്സിലെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് വേടൻ റിലേറ്റഡ് ആയിട്ടുള്ളൊരു സംഭവത്തെക്കുറിച്ചാണ് ഞാനിവിടെ നിന്ന് സംസാരിക്കാൻ പോകുന്നത്. വേടൻ അത് ഒരു റാപ്പ് സിംഗർ. വളരെ ചുരുങ്ങിയ വർഷങ്ങൾ കൊണ്ട് തന്നെ മലയാളികളാകെ നെഞ്ചിലേറ്റിയൊരു റാപ്പ് ഗായകനാണ് വേടൻ. അദ്ദേഹത്തിൻ്റെ ഒരു പരിപാടിക്ക് തന്നെ പതിനായിരക്കണക്കിന് ആൾക്കാരാണ് എത്തുന്നത്. കാരണം ഒരുപാട് ഗായകന്മാരൊക്കെ മണിച്ചേട്ടനൊക്കെ ഉണ്ടായിരുന്നപ്പോൾ പോലും അതിനേക്കാൾ കൂടുതൽ ആളുകൾ ഇപ്പോൾ അദ്ദേഹത്തെ താഴ്ത്തിപ്പെടണമല്ല, അതിനേക്കാൾ കൂടുതൽ ആളുകൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ വേടനെക്കുറിച്ച് പറയാനാണ് ഉദ്ദേശിക്കുന്നത്. ഇദ്ദേഹത്തിന് എതിരെ ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു പുതിയൊരു ആരോപണം, അതായത് ഇപ്പോൾ അദ്ദേഹത്തിനൊരു ആരോപണം ഉപയോഗിച്ചുകൊണ്ട് വേടർ മഹാസഭ എന്ന് പറയുന്ന ഒരു ഏതൊരു ജാതിയാണ്, ഞാൻ കേട്ടിട്ട് പോലുമില്ല ഈ വേടർ എന്ന് പറഞ്ഞ സാധനം. വേടർ എന്ന് പറഞ്ഞാൽ പണ്ട് വേട്ടയാടിക്കൊണ്ടിരുന്നൊരു വിഭാഗമുണ്ട്, രണ്ട് കാട്ടുജാതിക്കാർ. അവരെയൊക്കെയാണ് ഈ വേടർ അല്ലെങ്കിൽ എന്നൊക്കെ പറയുന്നത്. ഞാനിപ്പോൾ പുതിയതായിട്ട് തലപൊക്കി വന്നേക്കുന്നത് പേര് മാറ്റണം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് 25 ലക്ഷം സഹായം തന്നെ എന്നൊക്കെ പറഞ്ഞാണ്. ആദ്യം ഒരു കേസ് വനവകുപ്പ് ഉണ്ടാക്കിയ കേസ് ഒരുപാട് കാരണം പുള്ളീനെ പിടിക്കപ്പെട്ടപ്പോൾ തന്നെ ഓരോന്നായിട്ട് ഇങ്ങനെ കുത്തിപ്പൊങ്ങി ഓരോ ആൾക്കാരും പുള്ളിയുടെ ഒരു വളർന്ന ഒരു പതനം കാണാൻ ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം ആളുകളുടെ ഒരു എന്താ പറയുക, ഒരു തിരയിളക്കം തന്നെയായിരുന്നു ഉണ്ടായത്. അതായത് വനം വകുപ്പ് ഇപ്പോൾ ഈ വേടർ മഹാസഭ എന്ന് പറയുന്ന ഒരു ജാതി സംഘടന, എന്തായിരിക്കാം ഇവരുടെയൊക്കെ ഉദ്ദേശം? വേടൻ്റെ പതനമാണോ? അദ്ദേഹം എല്ലാത്തെയും പോലെ ഒരു ദിവസം അപ്രതീക്ഷിതമായൊരു സംഭവമാണ് അദ്ദേഹത്തിൻ്റെ കഞ്ചാവ് പിടിക്കപ്പെട്ട ഫ്ലാറ്റിൽ നിന്ന് 9 ഗ്രാം കഞ്ചാവോട് പിടികൂടിയത്. അതിനു മുമ്പുള്ള സ്റ്റേജ് ഷോയിൽ ഈ സിന്തറ്റിക് ലഹരിയൊന്നും ഉപയോഗിക്കരുത്, അത് ഡേഞ്ചറസ് ആണെന്ന് പറഞ്ഞ് പബ്ലിക് വേദിയിൽ ഉപദേശിച്ച അദ്ദേഹം ഇനി കഞ്ചാവ് കേസുമായിട്ട് പിടികൂടിയപ്പോൾ ഒരുപാട് ട്രോളുകളും കളിയാക്കലുകളും ചെറിയ വിഷയവുമായിട്ട് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. അന്ന് പിന്നെ എം ജി ശ്രീകുമാർ അതിനെക്കുറിച്ച് ഒരു വീഡിയോ ചാനൽ ചർച്ചയിൽ എം ജി ശ്രീകുമാർ വേടനെ അറിയില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹവും ഒരുപാട് ചെറിയ വേഷങ്ങൾക്ക് കാരണമായിട്ടുണ്ട്, ചെറിയ വേഷങ്ങൾക്ക് കേൾക്കാൻ കാരണമായി. പക്ഷേ എന്നിരുന്നാലും പലർക്കും ഇപ്പോൾ വേടനോട് എന്താണ് ഇത്ര ഒരു ശത്രുത? ഇപ്പോൾ ഈ ജാസി ഗിഫ്റ്റും ഇടയ്ക്ക് വേടൻ്റെ ഒരു കാര്യം ചെയ്ത് ഫോൺ വിളിച്ചൊരു കളിയാക്കൽ പോലെ ചെയ്യേണ്ടി വന്നു. അതിനെതിരെയും വിമർശിച്ചുകൊണ്ട് വരുന്നുണ്ട്. വേടൻ ആർക്കൊക്കെയാണ് വേടനെ തലവേദന സൃഷ്ടിക്കുന്നത്? രാഷ്ട്രീയ നേതാക്കൾക്കോ മറ്റു ഗായകർക്കോ, അതോ ജാതികൾക്കോ, വേറെ ജാതികൾക്കോ, അത് വേടൻ പോലുള്ള ജാതികൾക്കോ? ഏറ്റവും അതിശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജാതി പറഞ്ഞു വന്ന് ഇവർ രാവിലെ ഒന്ന് പേര് പാടണം, അല്ലെങ്കിൽ 25 ലക്ഷം നഷ്ടപരിഹാരം തന്നെ എന്നുള്ള രീതിയിലാണ് ഇവർ വന്നിരിക്കുന്നത്. എന്തിനാണ് ഈ നഷ്ടപരിഹാരം കൊടുക്കുന്നത്? ഒരു പേരിൽ എന്തിരിക്കുന്നു എന്നുള്ള ചോദ്യം ഇപ്പോഴും അദ്ദേഹം വേടൻ എന്ന് പറയുന്ന ഒരു പേര് തന്നെയാണ്, അദ്ദേഹത്തിൻ്റെ ഒരു നിക്നെയിം തന്നെയാണ്. അദ്ദേഹം ഒരുപാട് അനുഭവിച്ച കഷ്ടതകളിലൂടെ അദ്ദേഹം വേടനെ പരിഹസിച്ചതിന് ശേഷമാണ് അയാൾ ഈ പേരുമായിട്ട് തൻ്റെ ഒരു പേരിനോട് തൻ്റെ യഥാർത്ഥ പേര് കൃഷ്ണ ജിയോ അങ്ങനെ പേര് എനിക്കറിയില്ല, എല്ലാവരും വേടൻ എന്ന് പറഞ്ഞാൽ അയാളുടെ പേര് ഇട്ടത്. എന്തൊക്കെ പറഞ്ഞാലും ഈ പേര് മാറ്റിയാലും എല്ലാവരും ഇനി അങ്ങനെ തന്നെ അറിയപ്പെടുന്നു. പക്ഷേ അദ്ദേഹത്തിന് ഒരു ബാഡ് പോയിൻ്റ് ആയിട്ട് ഏറ്റവും പറയുന്ന കഞ്ചാവിനെ കുറിച്ചുള്ള ഇത് പിടിക്കപ്പെട്ടപ്പോഴാണ്. അത് ലഹരിയെ ഒരു ബാഡ് പോയിൻ്റായിട്ടും ഒരു രീതിക്കുമായിട്ടാണ് പിടിച്ചിരിക്കുന്നത്. ഒരുപാട് ആൾക്കാർ അതിനെ തെറിയും പറഞ്ഞുകൊണ്ട് വന്നിട്ടുമുണ്ട്. പക്ഷേ ഇവിടുന്ന് വിഷയം എന്ന് പറഞ്ഞാൽ ഈ വേടർ മഹാസഭ, വനം വകുപ്പ്, ഇവരൊക്കെ എന്തിനാണ് ഈ വേടനോട് ഇത്ര ശത്രുത എന്നാണെന്ന് ഇപ്പോഴും മനസ്സിലാകുന്നില്ല. വേടൻ്റെ ആ പുലിനഖം പിടിച്ച കേസ്, അത് ഒരുപാട് നടന്മാരെ പിടിച്ചിട്ടുമുണ്ട്. അതായത് പിടിച്ചിട്ടെന്നല്ല, കഴുത്തിലുണ്ട് സുരേഷ് ഗോപി, കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി, അതുപോലെ മുകേഷ് എം നായർ, നമ്മുടെ ഇൻസ്റ്റഗ്രാം ലാലേട്ടൻ, അവരെ കഴുത്തിൽ നിന്ന് പിടിച്ചിരുന്നിട്ടും അവർക്കെതിരെ ചോദ്യങ്ങളോ ഒന്നും വന്നില്ല. അപ്പോൾ ഈ വനം വകുപ്പ് പിടിച്ചു കഴിഞ്ഞപ്പോൾ തായ്ലൻഡിൽ നിന്ന് ഒന്നാണ്, മറ്റിടത്തു നിന്ന് ഒന്നാണ്. വനം വകുപ്പ് നോക്കിയപ്പോൾ ഈ തമിഴ് വംശജൻ ശ്രീലങ്കൻ, അപ്പോൾ പണ്ട് തമിഴ് പുലികൾ എന്നൊക്കെ പറഞ്ഞൊരു കൂട്ടരൊക്കെ ഇല്ലായിരുന്നു, അതിനൊരു വർഗത്തിൽപ്പെട്ടാണോ എന്ന രീതിയിലാണ് വനവകുപ്പ് പെരുമാറിയത്. അദ്ദേഹത്തിനെ കൊടുന്ന് കേസ് അന്വേഷിക്കുന്നു, ഇതൊക്കെ മേടിച്ച് മാറ്റുന്നു. അതിപ്പോൾ അവർക്ക് തന്നെ വിനയമായിട്ടുണ്ട്, അവരൊരാളെങ്ങാണ്ട് സ്ഥലം മാറ്റിയതായിട്ട് അറിയാൻ കഴിഞ്ഞത്. ഇപ്പോൾ അത് അങ്ങ് കെട്ടടങ്ങി വരുമ്പോഴത്തേനും അടുത്ത ടീം പൊങ്ങിയെന്നാണ് വേടർ മഹാസഭ. എന്താണ് ഇവരുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ 25 ലക്ഷം രൂപ കിട്ടണം എന്നുള്ളതാണ്. 25 ലക്ഷം രൂപ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ
അപ്പോൾ ഞങ്ങൾക്ക് നഷ്ടപരിഹാരം വേണമെന്ന് പറഞ്ഞു. എന്തിൻ്റെ പേരിലാണ്? ഒരു പേരിൽ എന്തിരിക്കുന്നു? പക്ഷേ എനിക്ക് ആ ആട്ടക്കലാശം സിനിമ ഓർമ്മ തന്നെ. അതായത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, പ്രേം നസീറിന് ഗർഭമുണ്ടായി, ഗർഭം വരണമെങ്കിൽ, അപ്പോൾ പ്രേം നസീർ ചോദിക്കുന്നുണ്ട് ഗർഭം വരണമെങ്കിൽ 50,000 തരാം. അത് പറ്റില്ല, 1,00,000 വരെ ഇന്ന് സുകുമാരി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ തട്ടിപ്പ് കള്ളത്തോടെ പിടിക്കും, തട്ടിപ്പ് കള്ളത്തരത്തോട് പിടിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു സംഭവമായിട്ടാണ് ഇവർ പേരിൽ മാറ്റാൻ വേണ്ടി 25 ലക്ഷം രൂപ, അല്ലെങ്കിൽ പേര് തന്നെ നിലനിർത്താൻ 25 ലക്ഷം രൂപ കൊടുക്കണം എന്നൊക്കെ പറയുമ്പോൾ എന്താണ് ഇവരുടെ ഉദ്ദേശം? ഈ ഒരു വ്യക്തികളുടെ ഉദ്ദേശം. ഇതിനിപ്പോൾ പലർക്കുമാണ് മുഖ്യമന്ത്രിയുടെ ഒരു മുൻ പരിപാടിയിൽ ആൾ കുറവായിരുന്നു. അതിനുശേഷം ഇവിടെ പലരും അദ്ദേഹത്തിനെ സഹാവാക്കാൻ നോക്കി. അപ്പോൾ അദ്ദേഹം തന്നെ പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിക്കും അതീതനല്ല. പിന്നെ അദ്ദേഹത്തിന് ഇരട്ട നീതി. അപ്പോൾ ഈ ഒരു താഴ്ന്ന ജാതിയുടെ ഇതും പറയുന്നുണ്ട്. അയാളൊരു ജാതി താഴ്ന്നതാണ്, പിന്നെ അയാളുടെ നിറം കറുത്ത കളറാണ്. കറുത്ത കളറുള്ളവരെയും ജാതിയിൽ താഴെയുള്ളവരെയും ഈ സമൂഹം എന്താണ് ഇത്ര വെറുപ്പ്? അതാണിവിടെ ചോദ്യം ചെയ്യേണ്ട കാര്യം. എന്തൊക്കെയായിരുന്നാലും വേടൻ്റെ ഈ പരിപാടികൾ ഒരുപാട് പേരെ അസ്വസ്ഥരാക്കുന്നുണ്ട്. എന്തെങ്കിലും വിമർശനം പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കെതിരെയും ആക്രമണം ഉണ്ടാകുന്നുണ്ട്. എന്നിരുന്നാലും വേടൻ ലഹരിയൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ അത് പുള്ളിയുടെ നാശത്തിലേക്കും, അത് ഉപയോഗിക്കാതിരുന്നാൽ വലിയൊരു നല്ലൊരു ഭാവി എന്നല്ല, നല്ലൊരു വാല്യൂ ഉണ്ട്. അത് വേടനായിട്ട് കളഞ്ഞു കൊടുക്കരുത്. ഇപ്പം ഞാൻ മുമ്പ് ഒരു ഷോർട്ട് വീഡിയോ ആണ് വിനായകൻ, ഷേം ടോം ചാക്കോ, അവരെക്കുറിച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവരുടെ മെയിൻ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നല്ല കഴിവുള്ള ആൾക്കാരാണ്. അവർ പിന്നെ കഞ്ചാവ് പിടിച്ചിരുന്ന അവർ തന്നെ സ്വയം വിലയാണ്. അതുപോലെ വേടൻ ആവരുത്. വേടൻ നല്ല ടാലൻ്റുണ്ട്, നല്ലൊരു വാല്യൂ ഉണ്ട്. അത് പലർക്കും അത് പിടിക്കുന്നില്ല എന്നുള്ളത് വേറൊരു കാര്യം. എന്നിരുന്നാലും നിങ്ങൾ ഈ ലഹരികളൊന്നും ഉപയോഗിക്കാതിരിക്കുക. പിന്നെ അതുപോലെ നിങ്ങൾക്ക് ഒരുപാട് ശത്രുക്കളുണ്ട്, സ്വന്തം ആരോഗ്യം സൂക്ഷിക്കുക. നിങ്ങൾ തീർച്ചയായിട്ടും ഒരു അടിച്ചമർത്തപ്പെട്ടവർക്കൊരു ആശ്വാസമാണ്, മോട്ടിവേഷനാണ്, പ്രചോദനമാണ്. നിങ്ങളിത്ര ലഹരി കാര്യങ്ങളിലൊന്നും ഉപയോഗിക്കാതിരിക്കുക. പിന്നെ താങ്കൾക്ക് ഇനി ഒളിഞ്ഞും പൊളിഞ്ഞും ശത്രുക്കളുണ്ടാകും. അപ്പോൾ അവർക്കായിട്ടൊരു വഴി നിങ്ങളായിട്ട് തന്നെ കൊടുക്കാതിരിക്കുക. അതുകൊണ്ട് വളരെ കെയർഫുള്ളായിട്ട് നല്ല രീതിയിൽ പരിപാടിക്കുകയാണ്. ഞാൻ വേടനെ കഞ്ചാവ് വഹിക്കുന്നതോട് തീർച്ചയായിട്ടും എതിർപ്പാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ അതെല്ലാവരും ജനഹൃദയങ്ങളായിട്ടുണ്ട്. ലഹരി ഒരിക്കലും കാരണവശാലും ഉപയോഗിക്കരുത്. ആ ലഹരി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സംഗീതമാണ് ലഹരി. അത് പണ്ടേ കണ്ട് റാപ്പ് സിംഗേഴ്സ്മാരൊക്കെ ഒമാരിലെ കഞ്ചാവൊക്കെ ഉപയോഗിച്ചു, നിങ്ങൾ ഉപയോഗിക്കാൻ നിൽക്കരുത്, ആവശ്യമൊന്നുമില്ല. നിങ്ങൾ നല്ല രീതിയിൽ പാടും, നല്ല രീതിയിൽ എല്ലാ ദൈവാനുഗ്രഹവും എല്ലാവരുടെയും പ്രാർത്ഥനയൊക്കെ നിങ്ങളുടെ കൂടെ ഉണ്ട്. നിങ്ങളുടെ മനുഷ്യത്വമൊക്കെ ഇന്നലെ കണ്ട പരിപാടി താങ്കൾ ആരോ ഷോക്കേറ്റ് മരിച്ചു വന്നപ്പോൾ താങ്കൾക്ക് 10 ലക്ഷമൊക്കെ മേടിക്കുന്ന ആളാണെന്ന് തോന്നുന്നു. ആ പൈസയും വേണ്ട, ആ പരിപാടിയും ക്യാൻസൽ ചെയ്ത് പോയി. അത് വളരെ നല്ല കാര്യമാണ്. അപ്പോൾ നമ്മൾ അല്ലു അർജുൻ്റെ ഒരു ഇതുകൊണ്ടാണ് തിക്കും തിരക്കിലും വിട്ട്, പുഷ്പയുടെ തിരക്കിലും വിട്ട് ഒരാൾ മരിച്ചിരുന്നിട്ടും അത് അറിഞ്ഞിരുന്നിട്ട് അദ്ദേഹം പോയി സിനിമ കണ്ടു. അപ്പോൾ അതിലേക്കാൾ അത് വെച്ച് നോക്കുമ്പോൾ താങ്കൾ എത്രയോ ഭേദമാണ്. താങ്കൾക്ക് വേണമെങ്കിൽ ഒരു നേരത്തെ പൈസയാവും, ഇഷ്ടമായി പൈസയും കിട്ടിയാണ് പരിപാടി വെച്ചാൽ. താങ്കൾ ഒരാൾ മരിച്ചു എന്ന് അറിഞ്ഞപ്പോൾ അതൊക്കെ വളരെ വളരെ നല്ല കാര്യങ്ങളാണ്. താങ്കൾ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ, നല്ല പ്രവൃത്തികളൊക്കെ ഉണ്ട്. താങ്കൾ നല്ലത് മാത്രം എടുക്കുക, അല്ലാത്ത കളയുക. ഈ ലഹരി ഉപയോഗം കുറയ്ക്കുക. നിങ്ങളെ കണ്ടുവളർന്ന ഒരുപാട് കുട്ടികളൊക്കെ ഉണ്ട്, തലമുറകളുണ്ട്. നിങ്ങളെപ്പോലുള്ള ഒരുപാട് പ്രതീക്ഷിക്കുന്നു. ഞാനൊക്കെ താങ്കളെ പോലെ ഒരു കളറിൻ്റെ പേരിലും ജാതിയുടെ പേരിലും എനിക്കൊക്കെ ഇതാവാനായിട്ട്. അപ്പോൾ താങ്കളൊക്കെ ഒരു റോൾ മോഡൽ തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും താങ്കൾ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ, ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകട്ടെ. എല്ലാവിധ ദൈവങ്ങളും ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ചെറിയൊരു കാര്യം ഞാനിവിടെ നിർത്തുകയാണ്. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ വ്ളോഗ്സ് സൈനിങ് ഔട്ട്.